ഹലോ, എല്ലാവർക്കും നമസ്കാരം. അറിവ് എന്നതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന മൊബൈൽ ഉപഭോക്താക്കൾക്ക് വേണ്ടിയുള്ള വിവരങ്ങളാണ്. അതായത് ജിയോയും എയർടെല്ലും വോഡാഫോൺ ഐഡിയയും ചേർന്ന് വളരെ അധികം ചാർജ് അവരുടെ നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് 30% വർധനവാണ് അവർ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അത് ഈ ജൂലൈ മാസം മുതലാണ് വർദ്ധിപ്പിച്ചത്. ഇനി നമുക്കെല്ലാം ആകെ ആശ്രയമുള്ളത് BSNLനെ സമീപിക്കുക എന്നതാണ്. പക്ഷേ BSNLന് 4G ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ആളുകൾക്കൊരു സംശയം വരാൻ സാധ്യതയുണ്ട്. പിന്നീട് നമ്മുടെ സർക്കാരിൻ്റെ ആയതുകൊണ്ട് അതിനേക്കാൾ മെച്ചപ്പെട്ട സേവനം സ്വകാര്യ മേഖലയ്ക്ക് കൊടുക്കാൻ കഴിയുമെന്നതാണ്. എന്നാൽ ഇനിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന വളരെ സന്തോഷകരമായ ഒരു വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. അതായത് രാജ്യത്തെ തന്നെ മുൻനിരയിലുള്ള ടെലികോം മേഖലയായ TCS, അതായത് ടാറ്റ കൺസൾട്ടൻസി സർവീസ്, BSNLൽ ഒരു വൻ നിക്ഷേപം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവർ BSNLുമായി ചേർന്ന് 4G സേവനം കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുവേണ്ടി 15,000 കോടി രൂപ BSNLൽ നിക്ഷേപം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ചാർജ് വർധന മറ്റുള്ള കമ്പനികൾക്ക് ഇത് ഒരു വലിയ അടിയാവാൻ സാധ്യതയുണ്ട്. ഇതുവരെ റിലയൻസുമായി നേർക്കുനേർ ടാറ്റ ഒരു ബിസിനസ് മത്സരം നടത്തിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ അവർ നേർക്കുനേരെ ഏറ്റുമുട്ടാൻ തന്നെയാണ് തീരുമാനം. പിന്നീട് അവരുടെ വ്യാപാര മേഖലകൾ വ്യത്യസ്ത മേഖലയിലാണ്. ഇപ്പോൾ അതിന് മാറ്റം വന്നിട്ടുണ്ട്. കാരണം ടാറ്റ നടത്തുന്ന ബിസിനസ്സല്ല റിലയൻസ് നടത്തുന്നത്. പക്ഷേ ഇപ്പോൾ രണ്ടുപേരും ടെലികോം മേഖലയിൽ ആണ്. ഇത് അങ്ങനെയാണെങ്കിൽ ഒരു ടെലികോം മേഖലയിൽ ഒരു വമ്പൻ മത്സരം തന്നെയാണ് നടക്കാൻ പോകുന്നത്. അങ്ങനെ വന്നാൽ മൊബൈൽ ഉപഭോക്താക്കളായ നമ്മൾക്ക് അത് വളരെയധികം ഗുണകരമാവും. കാരണം മത്സരം നടന്നാൽ ചാർജ് ഇരു ടീമുകളും കുറയ്ക്കാനും കൂടുതൽ മെച്ചപ്പെട്ട സേവനം കാഴ്ചവെക്കും എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ജൂലൈയിൽ BSNL ഒഴികെ മറ്റുള്ള കമ്പനികൾ അവരുടെ നിരക്കുകൾ വർദ്ധിപ്പിച്ചതുകൊണ്ട് 1,00,000-ൽ പരം മൊബൈൽ വരിക്കാർ അവരുടെ സിം കാർഡ് BSNLലേക്ക് പോർട്ട് ചെയ്ത വിവരം ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. 1,00,000-ലധികം ആളുകൾ സിം കാർഡ് BSNLലേക്ക് പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അതായത് ടാറ്റയും BSNLും കൂടി കൈകോർത്തു ഇങ്ങനെ ഒരു നീക്കം കൂടി നടന്നാൽ മറ്റുള്ള ടെലികോം കമ്പനികളുടെ വ്യാപാരം കുറയാനും ചിലപ്പോൾ മറ്റുള്ള ടെലികോം കമ്പനികൾ പൂട്ടാനും സാധ്യതയുണ്ട്. BSNLൽ ടാറ്റയുടെ ഈ 15,000 കോടിയുടെ നിക്ഷേപം വരികയും ചെയ്താൽ BSNL അവരുടെ ഉപഭോക്താക്കൾക്ക് ഒരുപാട് ഓഫറുകൾ കൊടുക്കുമെന്ന് അവർ അറിയിക്കുകയുണ്ടായി. കൂടാതെ TCS രാജ്യത്തിൻ്റെ 4 മേഖലകളിൽ പുതിയ ഡാറ്റാ സെൻറ്റർ സ്ഥാപിക്കുകയും ചെയ്യുമെന്നാണ് TCSൻ്റെ CEO N ഗണപതി സുബ്രഹ്മണ്യം അറിയിച്ചത്. 4Gയുടെ ഇൻഫ്രാസ്ട്രക്ചർ വിപുലീകരിക്കാൻ ഇത് സഹായകമാവും എന്നും ഇപ്പോൾ 4G സേവനങ്ങൾ നിശ്ചിത സർക്കിളിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ BSNLൻ്റെ. എന്നാൽ ടവറുകളുടെ എണ്ണത്തിൽ വലിയ വർധനവ് വരുത്താനാണ് പരിപാടിയെന്നും അറിയിച്ചു. അതായത് 1,00,000 ടവറുകൾ ആക്കി ഉയർത്താനാണ് പരിപാടിയെന്ന് അറിയാൻ കഴിഞ്ഞത്. അതിനനുസൃതമായി തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർക്കാർ ഉടമസ്ഥതയിലുള്ള BSNL രാജ്യത്തിലെ എല്ലാ ഭാഗങ്ങളിലും 4G സേവനങ്ങൾ ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇതുവരെ 9,000 ടവറുകളെ രാജ്യത്തുടനീളം ഉള്ളത്. അത് 1,00,000 ആക്കുകയാണ് ലക്ഷ്യം. ഏതായാലും BSNLൻ്റെ TCSൻ്റെ ഈ 15,000 കോടി നിക്ഷേപവും അതോടൊന്നിച്ച് 4 ഡാറ്റാ സെൻറ്റർ സേവനവും 1,00,000 BSNLൻ്റെ ടവറുകളും കൂടി വന്നാൽ നമുക്ക് കുറഞ്ഞ നിരക്കിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനാവുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ
ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ അറിയിപ്പ് കിട്ടിയാൽ പുതിയ വീഡിയോവുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും വരുന്നതാണ്.